നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് രേവതിക്ക് ആഹാരം കഴിക്കാനിരുന്ന സമയത്ത് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. സച്ചിയുമായിട്ട് കൂടുതൽ തട്ടിയും മുട്ടിയും നിൽക്കുവാണ് ആമിയുടെ ആ സംസാരോ അതുപോലെ തന്നെ തട്ടിയും മുട്ടിയോളം നിപ്പൊക്കെ കണ്ടപ്പോൾ രേവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പുറമാണ് തന്റെ ഭർത്താവിനെ ഇവളെങ്ങാനും തട്ടിയെടുക്കോ, പോരാത്തേന് കളിക്കൂട്ടുകാരി. ഇവള് ചെറുപ്പകാലത്ത് ഓരോ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. കയ്യെ പിടിച്ച് നടന്നു, തോട്ടിക്കൂടെ മരമ്പത്തൂടെ പോയതും എല്ലാം. അതൊക്കെ ഓർക്കുമ്പോൾ രേവതിക്ക് വല്ലാത്ത ടെൻഷനായി. രേവതി ഒരു വിധത്തിൽ അവിടെ നിന്ന് കഴിച്ചില്ല എന്ന് വരുത്തി എഴുന്നേക്കുവാണ്. നേരെ ചൊവ്വയൊന്നും കഴിക്കാൻ പോലും പറ്റില്ല. മനസ്സെന്നറിയാൻ ടെൻഷനാണ്. അങ്ങനെ രേവതി മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ സച്ചിയോട് ചോദിച്ചു, അല്ല സച്ചിയേട്ടാ, കുഞ്ഞുനാളിലെ കംപ്ലീറ്റ് സമയം അവള് സച്ചിയേട്ടനോടൊപ്പം ആയിരുന്നോ? എന്താ രേവതി അങ്ങനെ ചോദിച്ചേ? അല്ല, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. അവളുടെ സംസാരം കിട്ടോ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് പോലും വീട്ടിലേക്ക് പോന്നെ. അല്ല, അത് പിന്നെ അവളൊരു പഞ്ചിന് പിന്നെ വലിയ പഞ്ചൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ സംസാരം കേട്ടിട്ട്. ഇത്രയും വലിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടാ സച്ചിയേട്ടൻ എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ? സത്യം പറ സച്ചിയേട്ടാ, എന്തുകൊണ്ടാ എന്നോട് ഇത് പറയാത്തെ? അത് പിന്നെ ഞാൻ അവളുടെ കാര്യം അങ്ങോട്ട് മറന്നുപോയി. മറന്നുപോകും, നല്ല മറന്നുപോക്ക് പോക്കും ഈ കണക്കാണെങ്കിൽ. എന്തൊക്കെയോ കള്ളത്തരം ഉണ്ട്, എനിക്കറിയാം. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. സച്ചി പറഞ്ഞു, നീ എന്താ രേവതി ഇങ്ങനെ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഒന്ന് സമാധാനിപ്പിക്കുക. അതേസമയം ശ്രുതിയും മുറിയിൽ ആകെപ്പാട് ടെൻഷനില്ല. അവളുടെ വരവിന്റെ ഉദ്ദേശം, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. നീലിമയായിരിക്കും. നീലിമ ഇവളെ വെച്ചൊരു കളി കളിക്കാനാ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് കണ്ടുപിടിക്കണം. ശ്രുതി നമ്മൾ ഒരിക്കലും ഇവളുടെ മുന്നിൽ തോറ്റു പോവരുത്. നമ്മുടെ കള്ളത്തരം കണ്ടുപിടിച്ച നമ്മൾ വീടിന് പുറത്താ. അച്ഛന്റെ 50 ലക്ഷം എടുത്താൽ നമ്മൾ കട പണിതെന്നറിഞ്ഞ അതോടുകൂടി അച്ഛൻ തന്നെ നമ്മൾ ഇവിടെ നിന്ന് അടിച്ചിറക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ പോലും ഇല്ല ഇവിടെ, അറിയാലോ. അതൊക്കെ എനിക്കറിയാം ശ്രുതി. പക്ഷെ എന്ത് ചെയ്യും? നമുക്ക് അവളോട് പോയി ചോദിച്ചാലോ? നമുക്കിങ്ങനെ മുറിക്കാതെ തന്നെ അടച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ശരിയാ, വിശക്കുന്നുണ്ട് രണ്ടുപേർക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി വരുമ്പോ അവിടെ ആമി ഇരിക്കുന്നുണ്ട് ഹാളില്. ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതിയും കൂടെ കണ്ടപ്പോ ചോദിച്ചു, അല്ല, നിങ്ങൾ ആഹാരം കഴിക്കാൻ വന്നില്ലായിരുന്നോ? ഇല്ല, ഞങ്ങള് ഫ്രഷ് ആകുമായിരുന്നു. ഓ, അതുകൊണ്ടല്ലേ കാണാത്തെ. അല്ല, ശ്രുതി എവിടെ ജോലി ചെയ്യുന്നേ? ഞാനൊരു ബ്യൂട്ടി പാർലർ ഇട്ടിരിക്കോ. ഓ, അങ്ങനെ. പിന്നീട് ശ്രുതിയോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, അല്ല, കാനഡയിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായോ? 2-3 ദിവസമായി. അല്ല, പിന്നെന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ കാരണം? അത് പിന്നെ സച്ചി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അത് കുഞ്ഞുനാളിലല്ലായിരുന്നോ? പക്ഷെ ഇപ്പോഴല്ലല്ലോ. കുഞ്ഞുനാളിലാണെങ്കിലും ഞാൻ സച്ചി നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അത് ശ്രുതിക്ക് അറിയാലോ. ശ്രുതി അവിടെ വന്നപ്പോ കണ്ടിട്ടുള്ളൂ അല്ലേ? പിന്നിപ്പം ശ്രുതിക്ക് മാത്രം അത് മനസ്സിലാകത്തുള്ളേ. അല്ല, സാധാരണഗതി കുറച്ച് ദിവസത്തെ ലീവിന് വന്നിട്ടുണ്ട് എല്ലാരും വീട്ടിൽ നിൽക്കാനൊക്കെയല്ലേ ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നുകൊണ്ട് ചോദിച്ചാ. എനിക്ക് സച്ചി അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാ. അതുകൊണ്ടാ ഞാൻ ഓടി ഇങ്ങോട്ടേക്ക് വന്നേ, സച്ചിയെ കാണാനായിട്ട്. അല്ല, ഇനി എന്നാ തിരിച്ചു പോന്നേ? കുറച്ച് ദിവസം ലീവുണ്ട്. അല്ല, ഇവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി ചോദിച്ചു, അല്ല, കാനഡയില് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് ഉണ്ടോന്നോ? ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. അല്ല, മലയാളി ഫ്രണ്ട്സ് ഉണ്ടോ? മലയാളി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇനി എങ്ങനെയാ ചോദിക്കുന്നത്? ഈ നാട്ടുകാർ വല്ലതും ഉണ്ടോന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പെട്ടാലോ എന്നൊരു ചിന്ത വരുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയെ നോക്കി. ആ സമയത്ത് ആമി ചോദിച്ചു, അല്ല, എന്താ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കുന്നേ? ഒന്നുമില്ല, വെറുതെ എന്ന് പറയണ. അന്നപ്പോ ആഹാരം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി. അവർക്കെന്തോ തൃപ്തി വന്നില്ല ആമിയുടെ മറുപടിയിൽ. ആമി എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ആ സമയത്ത് ആമിയുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ വന്നു. പണ്ടോട്ടെ ശ്രുതി കള്ളനാണ്. ശ്രുതി കള്ളത്തരത്തിന് കഞ്ഞി വെച്ചവനാണ്. ശ്രുതിയെ കുറിച്ചുള്ള പല കാര്യങ്ങളും ആമിക്കും അറിയാം. കുഞ്ഞുനാളിൽ അവൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ആ രഹസ്യം ആമിക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് സച്ചിയുടെ തലയിലേക്ക് കെട്ടിവെച്ചേ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആമിക്ക് ഒട്ടും സഹിച്ചില്ല. അതുകൊണ്ട് ശ്രുതിയെ ആമിക്ക് ഒട്ടും ഇഷ്ടമില്ല. ശ്രുതിയുടെ സ്വഭാവം ഇഷ്ടപ്പെടുന്നതല്ല. പോരാത്തേന് വന്ന് കയറിയ പെണ്ണും അതുപോലത്തെ ഒരു പെണ്ണാന്ന് തോന്നേ. ഒറ്റയടിക്ക് അങ്ങനെ ആമിക്ക് തോന്നുകയും ചെയ്തു. പിന്നീട് ആമി മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്ന് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും സച്ചി അങ്ങോട്ടേക്ക് വരുവാണ്. സച്ചി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, ആമി, രേവതിയുടെ കാര്യം അറിയാലോ. രേവതിക്ക് പണ്ടെന്റെ ചെറുപ്പത്തുകാലത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. എന്താടാ നീ പറഞ്ഞു വരുന്നേ? അല്ല, പഴയ ആ സംഭവം ഉണ്ടല്ലോ, എൻ്റെ അമ്മ എന്നെ വെറുക്കാൻ കാരണം. എൻ്റെ അമ്മ ഇപ്പോഴും എന്നെ മകനായിട്ട് അംഗീകരിച്ചിട്ടില്ല. ആ ഒരു സംഭവം കൊണ്ടാണ്. പക്ഷേങ്കില് ഇത് രേവതിക്ക് അറിയില്ല. രേവതിയോട് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്താടാ നീ പറയാതിരുന്നേ?
എനിക്ക് പറയാൻ തോന്നിയില്ല ആമി, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേങ്കില് സുധി ചെയ്ത തെറ്റ് ഞാൻ തലയിൽ എടുത്തു വെക്കുകയല്ലേ ചെയ്തേ. ഒരു പക്ഷേ നമ്മൾ കുഞ്ഞുനാളിൽ മുതലുള്ള ഫ്രണ്ട്സാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, അതും അച്ഛമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയെ നീ അറിഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും രേവതി അതിനെക്കുറിച്ച് ചോദിക്കും നിന്നോട്. നീ ഒരു കാരണവശാലും അത് പറയരുത്. അപ്പോഴേക്കും ആമി പറഞ്ഞു, എടാ നീ ആർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ? എടാ എനിക്ക് ആ സുധിയെ പണ്ട് തൊട്ടേ ഇഷ്ടമില്ല. അവന്റെ കള്ളത്തരം ഇപ്പോഴും ഉണ്ടോ? അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഒന്നും പറയാതിരിക്കുന്ന ഭേദം. അവനിവിടെ ചെയ്തു കൂട്ടി എന്തൊക്കെയാന്ന് വെച്ചാൽ വലിയ കഥ തന്നെയുണ്ട്. എന്താടാ വീണ്ടും പ്രശ്നമാണോ? പിന്നെയാണോന്നോ? അച്ഛന്റെ PF തുക 50 ലക്ഷം അടിച്ചോണ്ട് അവൻ പോയത്. എന്റെ രേവതിയുടെ കല്യാണം പോലും ഒരു ഫ്ലാഷ് ബാക്കാ. കല്യാണം അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല. നല്ല കുട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്ക് സച്ചി ആ കഥ പറയുന്നത്. ശരിക്കും പറഞ്ഞാല് സുധിക്ക് ആലോചിച്ച പെണ്ണായിരുന്നു രേവതി. പക്ഷെ കൃത്യസമയമായപ്പോ സുധി കാലുവാരി. സുധി വേറൊരു പെണ്ണിന്റെ പിന്നാലെ അങ്ങോട്ട് പോയി. അച്ഛന്റെ ഒരു 50 ലക്ഷം കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. 50 ലക്ഷം കൊണ്ടോ? അതെ, ആ തുക അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. പിന്നെ അവൾ പൊങ്ങിയിട്ടേ ഇല്ല. അവള് പിന്നെ പുറത്തെവിടെയാണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. ആ 50 ലക്ഷം പോയ വഴി കണ്ടില്ല. ആഹാ, കൊള്ളാലോ, ഇത് നല്ല കഥയാണല്ലോ. അപ്പൊ വീണ്ടും അവൻ അവന്റെ തരികട പരിപാടി തുടങ്ങിയില്ലേ? അതെ, അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോഴേക്കും ആമി പറഞ്ഞു, ഇത് ശരിക്കും പൊളിച്ചെടുക്കുക ചെയ്യണ്ടേ? അവന്റെ കള്ളത്തരങ്ങളൊക്കെ എല്ലാവരുടെ മുന്നിൽ വിളിച്ചു പറയണം. എന്തിനാ സച്ചി ഇനി നീ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസനായിട്ട് നിൽക്കുന്നേ? ഏ, അങ്ങനൊന്നുമില്ല. അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. നീ ഒരു കാര്യം ചെയ്താൽ മതി. നിന്റെ അടുത്ത് എന്തായാലും ചോദിച്ചുകൊണ്ട് രേവതി വന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും അറിയത്തില്ല എന്നൊരു മറുപടി കൊടുത്താൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആമി പറഞ്ഞു, ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് സച്ചി മുറിയിലേക്ക് വരുമ്പോൾ രേവതി ചോദിച്ചു, അല്ല സച്ചിയേട്ടൻ ഇത് എവിടെയായിരുന്നു? അത് പിന്നെ ഞാൻ ആമയുടെ മുറിയിൽ. ആമയുടെ മുറിയിലോ? അതിനാ അങ്ങോട്ട് പോയത്? അല്ല, അത് പിന്നെ ആമി അച്ഛന്റെ മുറിയിൽ കിടന്നാളാന്ന് പറഞ്ഞു. അച്ഛന്റെ മുറിയില്ല. അപ്പൊ അച്ഛൻ പിന്നെ എവിടെ പോയി കിടക്കും? അച്ഛൻ സോഫയെ കിടന്നാളെന്ന് പറഞ്ഞു. അത് വേണ്ട സച്ചേട്ടാ, അച്ഛൻ ഇത്തരം അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ. അച്ഛനെ സോഫയെ കിടത്തിയാൽ ശരിയാകത്തില്ല. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഒരു കാര്യം ചെയ്യാം, അവള് ഇവിടെ വന്ന് കിടന്നോട്ടെ, എന്നോടൊപ്പം കിടന്നോട്ടെ. നിന്നോടൊപ്പം? അതെ, എൻ്റെ അടുത്ത് വന്ന് കിടന്നോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല സച്ചേട്ടനപ്പൊ ഞാൻ പുറത്താളിലും കിടന്നോളാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവളെ വിളിക്കാൻ പറയണം. രേവതിക്ക് ഭയങ്കര വിഷമ രവീന്ദ്രൻ സോഫയിലൊക്കെ കിടക്കുന്ന കാര്യം ഓർക്കുമ്പോൾ. അങ്ങനെ സച്ചി പോയി ആമയോട് പറഞ്ഞു, അതെ നീ രേവതിയുടെ മുറിയിൽ പോയി കിടന്നോ, ഞാൻ പുറത്ത് സോഫയിൽ എവിടെയെങ്കിലും കിടന്നോളാം. അല്ല സച്ചി, അത് നിനക്ക് ബുദ്ധിമുട്ടാവൂലേ? നിങ്ങൾ എന്ത് ബുദ്ധിമുട്ട്? കാരണം ഇവിടുത്തെ കാര്യങ്ങൾ അറിയാലോ, മുറികളും കാര്യങ്ങളൊന്നും അധികമായിട്ടില്ല. അപ്പോൾ ഉള്ള മുറി തന്നെ തികയുന്നില്ല ആർക്കും. അതാ ഞാൻ പറഞ്ഞത്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ അവളോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്തോളാം. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പം? അവൾക്ക് പ്രശ്നമൊന്നുമില്ല. നീ കാണുന്ന പോലൊന്നുമല്ല, ആള് ഭയങ്കര പാവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആമി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാട. മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അല്ല ആമിക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ കിടക്കുന്നതുകൊണ്ട്? എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. രേവതിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കിടന്നോളാൻ പറയണ. അങ്ങനെ ആമി കിടന്നു. ആമി കിടന്നു കഴിഞ്ഞപ്പോൾ രേവതി ഓർത്തു, ആമിക്ക് സച്ചേണ്ട പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ ആമയോട് ചോദിക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാം. ഈ സമയത്ത് ആമി ചോദിച്ചു, അല്ല രേവതി വീട്ടുകാരെ കുറിച്ചൊന്നും പറഞ്ഞില്ലോ? പിന്നീട് രേവതി തന്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ പറയാണ്. അച്ഛനെക്കുറിച്ചും പിന്നെ അമ്മയെക്കുറിച്ചും എല്ലാവരെ കുറിച്ചും പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് രേവതി ആമയോടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആമി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമി അറിയാതെ അങ്ങോട്ട് മയങ്ങിപ്പോയി. അപ്പോഴേക്കും രേവതി ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രേവതി പറഞ്ഞു, ആമി അല്ല നിങ്ങൾ സച്ചേണ്ണുമായിട്ട് ചെറുപ്പത്തിൽ മുതലുള്ള കൂട്ടുകെട്ടല്ലേ? അപ്പൊ എനിക്കൊരു സംശയമുണ്ട്. സച്ചേന്റെ ജീവിതത്തിൽ എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അത് കാരണമാണ് ഇവിടെ അമ്മയ്ക്ക് പോലും സച്ചേണ്ണനെ കാണത്തില്ലാത്ത. അതിന്റെ കാരണം എന്താന്ന് സച്ചേണ്ണനോട് ഞാൻ കുറെ തവണ ചോദിച്ചു. പക്ഷെ സച്ചേണ്ണൻ എന്നോടത് പറഞ്ഞില്ല. ആമിക്കറിയാമെങ്കിൽ ആമി എന്നോട് ആ കാര്യം ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പം ആമയൊന്നും മിണ്ടിയില്ല. ആമി എന്താന്നും മിണ്ടാത്തേന്ന് ചോദിക്കണം. അപ്പോഴേക്കും രേവതി നോക്കി കഴിഞ്ഞപ്പം ആമി കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് രേവതിക്ക് മനസ്സിലായത് ആമി ഉറങ്ങാൻ തുടങ്ങിയെന്നുള്ള കാര്യം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ആമി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് താൻ ആ രഹസ്യം അറിഞ്ഞിരിക്കും എന്ന് രേവതി മനസ്സിലൊരു ദൃഢപ്രതിജ്ഞ ചെയ്യുവാണ്. എങ്ങനെ ആ രഹസ്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.